ഇന്ന് നമ്മൾ ബ്രെഡും തേങ്ങയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ, പക്ഷേ ഒരു ചെറിയ ചേരുവ കൂടെ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സ്വീറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ആദ്യം ഇതുപോലെ ഒന്ന് മുറിച്ച് വെക്കുക. ഒരു പീസ് ബ്രെഡ് 4 ആയിട്ട് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ 2 പീസായിട്ട് വരുന്ന പോലെ എങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ മുറിച്ചൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അതുപോലെ ഒരു ബൗളിലേക്ക് ഒരു 2 മുട്ട, കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി. സാധാരണ നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ബ്രെഡ് വാട്ടിയെടുക്കുക, ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു മിക്സ് റെഡിയാക്കുന്നത്. എല്ലാം കൂടെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് ഒരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പാൽപ്പൊടിക്ക് പകരം പാലായാലും മതി കേട്ടോ. സാധാരണ ചെയ്യുന്ന പോലെ ഒരു 1/4 കപ്പ് ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പാല് അല്ലെങ്കിൽ പാൽപ്പൊടി ഇതിലേക്ക് കുറച്ച് ചേർക്കുകയാണെങ്കിൽ ആ മുട്ടയുടെ ഒരു മണക്കം അങ്ങ് പോയി കിട്ടും. പാലിൻ്റെ മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് വേണം. ഒരു മുറി തേങ്ങ ചിരവിയെടുത്താണ്. 1 കപ്പ് ടു 1.25 കപ്പൊക്കെ ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ പീസ് അനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക, തേങ്ങയ്ക്കുള്ള ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. അതുപോലെ വേണമെങ്കിൽ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പീസ് ബ്രെഡ് എടുക്കുക. എന്നിട്ട് ആ പാലിൻ്റെ മുട്ടയുടെ കൂട്ടിൽ ഒന്ന് ഇതുപോലെ മുക്കിയെടുത്തിട്ട് മൊത്തത്തിൽ ഈ തേങ്ങയിൽ ഒന്ന് മുക്കിയെടുക്കുക. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഇതുപോലെ. ഇതിങ്ങനെ കുറേ ആക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പാനിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ കറക്റ്റ് മുക്കി തേങ്ങയിൽ മുക്കിയെടുത്താൽ മതിയിട്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ കേട്ടോ. ഓയിലിനേക്കാളും നല്ലത് അത് തന്നെയായിരിക്കും. നെയ്യ് ചൂടാവുന്ന സമയത്ത് ഇതുപോലെ മുക്കിയിട്ട് ഓരോ പീസ് ബ്രെഡും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തീ കൂട്ടി വെക്കണ്ട, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, കറക്റ്റായി കിട്ടില്ല. പിന്നെ ഇതിൻ്റെ മേൽഭാഗത്തുള്ള തേങ്ങ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. തിരിച്ചിടുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകില്ല. അപ്പോൾ ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്കിത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് നെയ്യിൽ ഈ തേങ്ങയും കൂടെ വറവായി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. നമുക്ക് സാധാരണ അറിയാമല്ലോ നെയ്യിൽ തേങ്ങ വറവാകുന്ന സമയത്ത്. തിരിച്ചിട്ട് കഴിഞ്ഞിട്ടും ചെറിയ തീയിൽ കുറച്ച് നേരം വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു സൈഡിലുള്ള തേങ്ങയും കൂടെ കറക്റ്റ് നെയ്യിൽ വറവായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ സ്നാക്ക് എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ബ്രെഡിൻ്റെ പീസും ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വറുത്തെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ വേണമെങ്കിൽ കൊടുത്തു വിടാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പി തന്നെയാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് തേങ്ങയും ബ്രെഡും കൂടെ വരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്